എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതിരാവിലെ ഇന്ന് ഉറക്കെഴുന്നേറ്റിട്ടുണ്ട്. 4 മണിക്കാണ് ഇന്ന് ഉറക്കെഴുന്നേറ്റത്. ഉറക്കെഴുന്നേറ്റ് നേരെ കയറിയത് അടുക്കളയിലേക്കാണ്. സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ പാടെ ഓടി അടുക്കളയിൽ പോയി ജോലികൾ തുടങ്ങി. നമുക്കിന്ന് വെളുപ്പാൻ രാവിലെ ഒരു 5-5:30 ആകുമ്പോഴേക്ക് അമ്പലത്തിൽ പോകണം. അമ്പലം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ശുചീന്ദ്രൻ ക്ഷേത്രത്തിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഒരു വടമാല ഞങ്ങൾ നേർച്ചയായിട്ട് അവിടുത്തെ ഹനുമാൻ സ്വാമിക്ക് നേർന്നിരുന്ന്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം, ഞങ്ങൾ വിചാരിച്ച കാര്യം നടന്നാൽ വടമാല നേർച്ചയായിട്ട് തരാമെന്നായിരുന്നു ഞങ്ങളുടെ നേർച്ച. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്ന്. അപ്പോൾ ഇനി ഭഗവാനോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു ഭക്തിയുടെയും പേരിൽ നമുക്ക് ആ നേർച്ച കടം തീർക്കാനുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വടമാല ഭഗവാന് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. പ്രത്യേകിച്ച് തമിഴ്നാടാണ് പോണത്. അവിടുത്തെ ഭക്ഷണം ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണമെന്നില്ല. വേറെ ഒന്നുമല്ല, അവിടുത്തെ ഫുഡ് കൊള്ളൂല എന്നല്ല പറഞ്ഞത്. ഓരോരുത്തർക്കും അവരുടേതായ രീതികളല്ലേ. അവിടെ പിന്നെ ചോറെന്ന് പറയുമ്പോഴേക്ക് മറ്റേ ഡൊപ്പി ഏരിയൊക്കെ ഇട്ട് വെച്ച ചോറൊക്കെയാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അത് പിടിക്കൂല. ഉച്ചയ്ക്കാണെങ്കിൽ എന്തൊക്കെ കഴിച്ചാലും ചോറ് തന്നെ വേണമെന്നാണ്. ഉച്ചയ്ക്ക് ഒത്തിരി ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അതിനേക്കാളും കാപ്പിയും ചോറും ഒക്കെ കൊണ്ടുപോയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി. ചോറ് തലേ ദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ആവി കയറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കറികളെല്ലാം അച്ഛനും അമ്മയും കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോണത് ഞാനും കേശുവും ചേട്ടനും അനന്തവും എൻ്റെ അച്ഛനും അമ്മയാണ്. ഇവിടുത്തെ അമ്മ വരണില്ല, അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് അമ്മ വരണില്ല. ഞങ്ങൾ ഇത്രയും പേരുമായിട്ടാണ് അമ്പലത്തിൽ പോണത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ജോലികളൊക്കെ തുടങ്ങി. ചേട്ടനും എഴുന്നേറ്റിട്ടുണ്ട്. കുട്ടിപ്പട്ടാളംസ് 2 ഉറക്കം എഴുന്നേറ്റിട്ടില്ല. ഇനി അതിനെയൊക്കെ അടിച്ചുണർത്തുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ കേശുവിൻ്റെ അടുത്താണെങ്കിൽ കേശുവിൻ്റെ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ പറയണുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകണം. പിന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോൾ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ശുചീന്ദ്രത്തിൽ നമ്മൾ പെട്ടെന്ന് പോകാൻ തന്നെ കാരണം കേശുവാണ്. കേശുവിൻ്റെ ഒരു ഹീറോയാണ് ഇങ്ങോട്ട്. ദൈവം എന്ന് മാത്രമല്ല, കേശുവിൻ്റെ മുന്നിൽ ഹനുമാൻ സ്വാമി ഒരു ഹീറോയാണ്. ഭയങ്കര ഇഷ്ടമാണ് മോന്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഒരുപാട് കാർട്ടൂണും അങ്ങനെ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴേക്ക് ആൾക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇതാ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കള ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് ഞാൻ കുളിച്ചൊരുങ്ങിയത്. 2 എണ്ണത്തിനെ അടിച്ചുണർത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. എടുത്ത് 2 പേരും കുളിച്ചൊക്കെ റെഡിയായി. 2 പേരും നല്ല നമ്മളെല്ലാവരും റെഡിയായി. പിന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോണതിന് മുന്നേ എല്ലാ ജോലികളും തീർത്തിട്ട് വീട് ഫുള്ളൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ കയറി വരുമ്പോഴേക്കും വീടൊക്കെ എല്ലാം ഒരു കോലം കെട്ട് കിടന്നാൽ അയ്യോ, പിന്നെ പോയേണ്ട കാര്യങ്ങൾ പോയ ക്ഷീണത്തോട് വരുമ്പോഴേക്ക് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും വീടും കൂടി നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം പോവുള്ളൂ. അങ്ങനെ ഇതാ കുറച്ചധികം സാധനങ്ങളുണ്ട് കൊണ്ടുപോകാനായിട്ട്. ഇതിപ്പോൾ നമുക്കിവിടെ നിന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഏകദേശം 86 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഒരു 1.5-1.25 മണിക്കൂർ കൊണ്ട് നമുക്കങ്ങ് എത്തുകയും ചെയ്യാം. പക്ഷേ ഇതാ കേശുവിനെ സെറ്ററൊക്കെ ഇടിയിച്ച് മങ്കി ക്യാപ്പൊക്കെ വെച്ചാണ് ഇറക്കിയത്. പിന്നെ ഈ ഡ്രസ്സല്ല മോൻ അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോണത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇനി ഛർദ്ദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ആ ഡ്രസ്സിലേക്ക് ഇറക്കിയത്. അതിൽ ഭയങ്കര മഞ്ഞല്ലേ പോണ വഴിക്കെല്ലാം. പിന്നെ നമുക്ക് കേശുവിൻ്റെ ഒരു 2-3 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തും കൊണ്ട് കയറി. വെള്ളം ഒന്നും അവിടെ നിന്ന് വാങ്ങണ്ടെന്ന് വെച്ചിട്ട് ഇത് കുറേ കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ നമ്മൾ കാറ് വീട്ടിലാണ് ഇട്ടിരുന്നത്. ഇങ്ങോട്ട് വന്നാൽ പിന്നെ അടുത്ത വീട്ടിൽ കൊണ്ട് കയറ്റിയാണ് നമ്മൾ കാറ് വളച്ചൊക്കെ എടുക്കണത്. അപ്പോൾ അതിരാവിലെ പോണതല്ലേ, അപ്പോൾ ആ വീട്ടുകാരും ഉണരൂല. അതുകൊണ്ട് കാറൊക്കെ കഴുകിയിട്ട് വീട്ടിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും അമ്മയും അച്ഛനും ഒക്കെ റെഡി ആയിട്ട് നിന്ന് ഞങ്ങളിതാ എല്ലാവരുമായിട്ട് ഇനി ശുചീന്ദ്രത്തോട്ട് പോണതാണ്. പിന്നെ കുറേ നാളുകൊണ്ട് പോണമെന്ന് വിചാരിച്ചിട്ട് മുടങ്ങിപ്പോയ യാത്രയാണ്. എന്തായാലും ഇന്നെല്ലാം കൊണ്ടും അതിന് പറ്റിയ സമയമായെന്നാണ് തോന്നിയത്. അതുമല്ല, നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അമ്പലത്തിൽ പോകാൻ പറ്റില്ല, അവിടെ ദൈവം കൂടെ വിചാരിക്കണം, നമ്മളും കൂടെ അങ്ങോട്ട് ചെല്ലണമെന്ന്. അപ്പോൾ ഇപ്പോഴായിരിക്കും ഭഗവാൻ വിചാരിച്ചത് നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോരേന്ന്. പിന്നെ ഇപ്പോൾ ബൈപ്പാസൊക്കെ നല്ല ഇതാക്കിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നേ പോണേക്കാളും കുറച്ചും കൂടെ സ്പീഡിനായിട്ട് അങ്ങ് എത്തും. കളിക്കാവിള അവിടെയൊക്കെ ബൈപ്പാസൊക്കെ എല്ലാം പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. അങ്ങനെ ഞങ്ങളിതാ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരണതേ ഉള്ളൂ. ഒരു 5 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്. അങ്ങോട്ട് പോകും തോറും നല്ല മഞ്ഞായിരുന്നു. ഇങ്ങനെ കോടയൊക്കെ അരിച്ചിറങ്ങും പോലെ ഒരു ഫീലായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ കുറേ ദൂരം ഇങ്ങനെ പോയപ്പോഴേക്കും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണ ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു.
ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. സത്യമായിട്ട് പറയണതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോകുമ്പോഴേക്കും ഇങ്ങനത്തെ ഇതേപോലെ സൂര്യൻ ഉദിച്ച് വരണതൊക്കെ ടി വിയിലും സിനിമയിലൊക്കെ ഓരോ സീനുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കണം അതൊക്കെ അങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. ഈ മഞ്ഞ് സമയത്താണ് സൂര്യൻ ഇത്രയും ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റണത്. പിന്നെ കുറേ ദൂരം ചെല്ലുമ്പോഴേക്ക് ആളിങ്ങനെ നമുക്ക് നേർക്ക് നേരെ വരും. അപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ചേട്ടനിങ്ങനെ കണ്ണിൽ അടിച്ച് കയറയല്ലേ. പക്ഷെ നമുക്കതൊരു നല്ല കാഴ്ചയായിരുന്നു. ഞാൻ കുറേ സമയമൊക്കെ വീഡിയോ എടുത്തിട്ട് ഉള്ള സൗണ്ടും കൂടെ പോയ കേട്ടോ. ഇപ്പോൾ യാത്രയും കൂടെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് കുറേയൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയായിരുന്നു ആ കാഴ്ച. നല്ല ഭംഗിയെന്ന് വെച്ചാൽ എന്ത് രസമായിട്ട് കാണാമായിരുന്നു ഇങ്ങനെ ആ യാത്ര കണ്ട് പോയപ്പോഴേക്കും. ഇതാ അനന്തവും കേശുവൊക്കെ നല്ല ഉറക്കം. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉറക്കം വരണുണ്ടായിരുന്നു. ഞാൻ കുളിച്ചിട്ട് മുടി പോലും കിട്ടിയില്ല. പോയിട്ട് അമ്പലം എത്താറാകുമ്പോഴേക്കും അങ്ങ് കെട്ടാന്നൊക്കെ വിചാരിച്ച് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടുകൊണ്ടാണ് അമ്പലത്തിലോട്ട് പോയത്. രണ്ടാളും സുഖ ഉറക്കം. അവരുടെ ഉറക്കം കാണുമ്പോഴേക്കും എനിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ണിൽ ഉറക്കം വരണുണ്ട്. പിന്നെ നമ്മൾ ഉറങ്ങിയാലും പറ്റൂലല്ലോ, വണ്ടി ഓടിക്കുന്ന ആളുടെ ആ ഒരു മാനസികാവസ്ഥയും കൂടെ നോക്കണ്ടേ. ചേട്ടനും നമ്മളെ പോലെയല്ലേ അതിരാവിലെ എഴുന്നേറ്റ് ഡ്രൈവ് ചെയ്യല്ലേ. അതുകൊണ്ട് പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല ഒരു രസമുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. അതിന് മുന്നേക്ക് ചെറുതായിട്ടൊക്കെ ഉറക്കം വന്നായിരുന്നു. എന്ത് ഭംഗിയല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും. നമ്മളിതൊക്കെ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ മിസ് ചെയ്യണത്. നമുക്ക് നമ്മുടെ ഇട്ടാവട്ടത്തുള്ള കുറേ കാര്യങ്ങൾ മാത്രം അറിയാം. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. പിന്നെ എനിക്കിന്ന് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്രകൾ പോകണമെന്നുള്ളതാണ്. ദൈവം സഹായിച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് തന്നാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കേരളം കഴിഞ്ഞ് തമിഴ്നാടോട്ട് കയറിയിട്ടുണ്ട്. പിന്നെയുള്ള കാഴ്ചകളൊക്കെ അതിലും ഗംഭീരമായിരുന്നു. നല്ല പച്ചപ്പും വയലും പിന്നെ പശ്ചിമഘട്ട മലനിരകളും എല്ലാം കൂടെ ആയിട്ട് ഒരു കവിയായിരുന്നെങ്കിൽ കവിത എഴുതാനുള്ള സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. എല്ലാ സ്ഥലത്തുള്ള കാഴ്ചകൾ കണ്ടിട്ടും പിന്നെ നമ്മൾ ഏകദേശം അങ്ങോട്ട് പോയപ്പോഴേക്കും നേരെ നല്ല വെളുത്ത് വന്നല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയപ്പോൾ അധികം മഞ്ഞൊന്നും കാണാനില്ല. മലയും പുഴയും വയലും ഒക്കെ മാത്രമേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ അനന്ത് പിന്നെ ഇത് കണ്ടെന്ന് നമ്മളിങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ പോയപ്പോഴും മലകളൊക്കെ കണ്ടിട്ട് അനന്തിന് ഇത്ര വലിയതൊന്നുമില്ല. പക്ഷേ കേശുവിന് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇതൊക്കെ കാണുമ്പോഴേക്ക്. അങ്ങനെ ഞങ്ങൾ പോയി ശുചീന്ദ്രം എത്താറായി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത അറിയാലോ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ്. കാഴ്ചയിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അകത്ത് കയറുമ്പോഴേക്ക് ഒരുപാട് നമ്മളിങ്ങനെ വിസ്മയിച്ച് നിൽക്കും പോലുള്ള കാഴ്ചകളാണ് നമ്മളവിടെ കാത്തിരിക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിനൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അത് ഈ ശുചീന്ദ്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും അവിടുത്തെ ആ പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്യണതും അവിടുത്തെ ആചാര രീതിയും എല്ലാം കേരളത്തിൻ്റെ പോലെയാണ്. കേരളത്തിലെ തിരുമേനികളാണ് അവിടുത്തെ പൂജ ചെയ്യണതും എല്ലാം. അങ്ങനെ ഞങ്ങൾ ശുചീന്ദ്രത്തെത്തി. അപ്പോൾ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിത് അമ്പലത്തിലോട്ട് കയറാനായിട്ട് പോണതാണ്. അപ്പോൾ ചായയൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 7-8 വർഷമായി. അപ്പോൾ അന്നും ഈ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും ആ സമയത്തൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പോഴെന്താണെന്ന് അറിയില്ലായിരുന്നു. അകത്തോട്ട് കയറിയാൽ വീഡിയോയ്ക്കുള്ള അനുവാദം ഉണ്ടോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഒരു വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അതിനകത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ കുറേ വീഡിയോസ് യൂട്യൂബിലൊക്കെ തപ്പി അതിൽ നിന്നൊക്കെയാണ് ഞാനിത് ഇതിൽ കൊണ്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാനായിട്ട് പോണതാണ്. ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ ഭഗവാനെ വടമാല ചാർത്തണമെന്നുള്ളതാണ്. പിന്നെ ഈ അമ്പലത്തിനെ പറ്റി ഒരുപാട് കേട്ടുകേൾവികളുണ്ടല്ലോ. ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ 2 വട്ടം പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റിയത് അവിടെ ഒരു ഹനുമാൻ സ്വാമിയുണ്ട്. അപ്പോൾ ആ ഹനുമാൻ സ്വാമി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണമെന്നാണ് പറയണത്. അപ്പം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു 18 അടിയിൽ കൂടുതലുണ്ട് ആൾ. അപ്പോൾ അതിങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും പൊക്കം വെച്ച് വളർന്നുകൊണ്ടിരിക്കണമെന്നാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ ആദ്യം അമ്പലത്തിലോട്ട് കയറിയ സമയത്ത് ഇവിടെ കയറുമ്പോഴേക്ക് ദക്ഷിണാമൂർത്തിയാണ് നമ്മൾ ആദ്യം തൊഴാനുള്ളത്. വേറെ അമ്പലങ്ങളിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ തൊഴുതുകൊണ്ടാണ് നമ്മുടെ ദർശനം തുടങ്ങുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആദ്യം തൊഴേണ്ടത് ദക്ഷിണാമൂർത്തിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാനെ വന്നിച്ച് അകത്ത് കയറുമ്പോഴേക്ക് അവിടെ ആയിട്ടാണ് താണുമലയ പെരുമാളുള്ളത്. താണുമലയ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ ഒരു നന്ദികേശനെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താണുമലയ പെരുമാളെന്ന് വെച്ചാൽ ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ചേർന്ന ഒറ്റ ഒരു വിഗ്രഹമാണ്. ഒരു ഉടലും 3 തലയുമായിട്ടാണ് അവരിയ്ക്കുന്നത്.
അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി ഇതൊരു ഗരുഡ ഭഗവാനെ കാണാം. പിന്നെ 4 രാജാക്കന്മാർ അവിടെ 4 തൂണിലായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഒറ്റക്കൽ ശില്പമാണ്. അപ്പോൾ ഈ ഗരുഡ ഭഗവാന്റെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് മഹാവിഷ്ണുവിനെയാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഗൈഡിൻ്റെ സഹായം തേടണം, അല്ലാണ്ട് നമുക്ക് ഒരു കാഴ്ചകൾ അവിടെ അറിയാനായിട്ട് പറ്റില്ല. പിന്നെ നേരെ നോക്കുമ്പോഴേക്ക് കാണുന്നത്, പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കയറുമ്പോൾ കാണുന്നത് ഒരു ഗണപതിയെയാണ്. അപ്പോൾ ഇവിടുത്തെ രീതി, നമ്മൾ ദക്ഷിണാമൂർത്തിയെ കണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ഗണപതി ഭഗവാനെ തൊഴുതാണ് ലാസ്റ്റ് ഇറങ്ങണമെന്നാണ്. പക്ഷെ നമ്മൾ കയറി വരുമ്പോഴേക്ക് തന്നെ ഒരു ഗണപതിയെ കാണാനായിട്ട് പറ്റും. അത് പക്ഷേ നീലകണ്ഠ ഗണേശനാണ്. നീലകണ്ഠ ഗണേശൻ എന്ന് വെച്ചാൽ ഗണപതി ആണെങ്കിലും അത് ശിവൻ്റെ ഒരു അവതാരമാണ്. അപ്പോൾ ശിവൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും ഗണപതിയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശിവൻ്റെ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നീലകണ്ഠ ഗണപതി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഇതുകൊണ്ടല്ലോ നവഗ്രഹങ്ങൾ, സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴേക്കും നവഗ്രഹങ്ങളെല്ലാം ഉള്ളത് താഴെ നമ്മൾ സാധാരണ ശില്പങ്ങൾ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുമ്പോഴല്ലേ. അവിടുത്തെ രീതി അങ്ങനെയല്ല, നവഗ്രഹങ്ങളെല്ലാം മേളിലാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ സപ്തസ്വരങ്ങളുള്ള ഈ തൂണുകൾ. നമ്മളൊരു പ്രത്യേക രീതിയിൽ കൈയുടെ ഒരു കൈപ്പത്തി ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കൊണ്ട് മാത്രം തട്ടിയാൽ മാത്രമേ അതിൽ സരിഗമ പദനിസ എന്നുള്ള ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ എന്തുവാണ്, അല്ലാണ്ട് അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ ആ ഒരു രീതിക്കുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതാണ് വേറൊരു ഗണപതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉടൽ പാർവതി ദേവിയുടേതും തലഭാഗം മാത്രം ഗണപതിയുടേതുമാണ്. അപ്പോൾ ഇത് പാർവതി ദേവിയുടെ അവതാരമായിട്ടുള്ള ഗണപതി വിഗ്രഹമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴേക്ക് വീണ്ടും താണുമലയെ പെരുമാളാണ് ഈ ഇരിക്കുന്നത്. അത് മുഖത്ത് പരമശിവനും തലഭാഗത്ത് ബ്രഹ്മാവും ഉച്ചിയിൽ വിഷ്ണു, അങ്ങനെ അങ്ങനെയാണ് ആ ഒരു താണുമലയെ പെരുമാൾ. അവിടെ തന്നെ ഒരു ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു 27 വിളക്കുകൾ വെച്ചിട്ടുണ്ട്. ആ 27 വിളക്കും നമ്മുടെ 27 നക്ഷത്രങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗണപതിയെ കണ്ടില്ലേ, അവിടെ ഗണപതി എന്ന് പറയുന്നത് നീലകണ്ഠ ഗണപതിയാണെന്ന്. അവിടെ നിൽക്കുമ്പോഴേക്കും മുകളിലാണെന്ന് പറഞ്ഞ് നമ്മൾ നവഗ്രഹങ്ങളെല്ലാം മുകളിലാണ്. അവിടുത്തെ ഒരു ആചാരം എന്ന് വെച്ചാൽ ശിവനും ശനി ബാധിച്ചെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ശിവഭഗവാന് ശനി ബാധിച്ച സമയത്ത് പാർവതി സമേതനായിട്ടും അതുപോലെ തന്നെ കന്യാകുമാരി ദേവിയോടുകൂടി ചേർന്നും അവിടെ വന്ന് പൂജാകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലണ സമയത്തും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പേരും നാളും പറഞ്ഞ് ഈ ശനിദോഷങ്ങളെല്ലാം മാറ്റണം എന്ന് നമുക്ക് സ്വന്തമായിട്ട് പൂജയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴേക്ക് ദമ്പതിമാർ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണതാണ് നല്ലതെന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ശിവൻ പത്നിമാരുമായിട്ട് വന്ന് നിന്ന് പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ്. അങ്ങനെ എന്തോ ആചാരവും അവിടെ വേറെ എന്തൊക്കെയോ വഴിപാടുകളുണ്ട് അതിൻ്റേതായ രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മളൊരു മുരുകനെയാണ് കാണാൻ വരണത്. മുരുക ഭഗവാന്റെ അടുത്ത് വരുമ്പോഴേക്ക് ഇതേപോലെ ഒരു വിഗ്രഹം അവിടെ ഉണ്ട്. ഒരുപാട് പ്രത്യേകതകളാണ്. ഈ വിഗ്രഹത്തിൻ്റെ ചെവിയിൽ കൂടെ നമ്മളിങ്ങനെ ഒരു കമ്പിടുകയാണെങ്കിൽ അത് ഇപ്പുറത്തെ ചെവിയിലൂടെ അങ്ങ് പുറത്ത് വരും. പിന്നെ എന്താ കണ്ടില്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് കാര്യം കേട്ടാലും നല്ലത് മാത്രം സ്വീകരിച്ചിട്ട് അതിലുള്ള തിന്മയെല്ലാം ഈ ചെവിയിൽ കൂടെ കളയണം എന്നുള്ള രീതിയിലുള്ള പണി കഴിപ്പിച്ചൊരു വിഗ്രഹമാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അതിശയിക്കുന്നത് ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, അന്ന് നമുക്ക് ഈ പറയുന്നത് പോലെ മെഷീനറീസ് ഒന്നുമില്ല, അത്രയും മൈന്യൂട്ടായിട്ട് കൈകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമാണ്. അതിൽ ഒരുപാട് പ്രത്യേകതകൾ ആ ഒരു ശില്പത്തിന് തന്നെയുണ്ട്. ഒരു കാലിങ്ങനെ ഉയർത്തി വെച്ച് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് ആ ഒരു വിഗ്രഹം ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കാല് ഉയർത്തുന്ന സമയത്ത് നമ്മുടെ വാരിയെല്ലുകൾ എഴുന്ന് നിൽക്കും. കാലിൻ്റെ ആ ഒരു കാല് മാത്രമല്ലേ തറയിൽ പതിപ്പിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ തറയിൽ പതിച്ച് നിൽക്കുന്ന കാലിൻ്റെ മസിൽ പിടിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ഒരാൾ നിന്നാൽ, ആ രീതിയിൽ നിന്നാൽ എന്തൊക്കെ നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരും അതെല്ലാം അത്രയും മൈന്യൂട്ടായിട്ട് കൊത്തിവെച്ചൊരു വിഗ്രഹമാണത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് അതിശയങ്ങളും തോന്നിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളാണ് അതിനകത്തുള്ളതെല്ലാം. പിന്നെ അതെല്ലാം കണ്ട് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം അവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ താണുമലയെ പെരുമാൾ എല്ലാവരും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടുത്തെ ഈ ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു വിഗ്രഹത്തിനാണ്. ഇതാണ് ഒരു 18 അടി ഉള്ളത്. അപ്പം നമ്മളിവിടെ മാലയൊക്കെ നമ്മളല്ല പൂജാരി ചെയ്യണത്. ആ ഒരു സൈഡിലൂടെ ഒരു സ്റ്റെപ്പുണ്ട്, അത് കയറി മേളിൽ പോയതിന് ശേഷമാണ് സ്വാമിക്ക് മാല ചാർത്തലും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് വടമാല. അപ്പോൾ ഈ ഹനുമാൻ സ്വാമിയാണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ച സമയത്ത് പറഞ്ഞത്
അതൊക്കെ വേറും എന്തു പറയാനായിട്ട് ചുമ്മാ ഉള്ള ഒരു പ്രചരണങ്ങളാണ്. ഒരിക്കലും ഹനുമാൻ സ്വാമി വളർന്നുകൊണ്ടിരിക്കണം എന്നല്ല അത് ഉദ്ദേശിച്ചത്. ഹനുമാൻ സ്വാമിയുടെ പ്രശസ്തിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യത്തിൽ നമ്മൾ വടമാല ചാർത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ മുന്നിൽ ഹനുമാൻ സ്വാമി വളരുകയായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ ആ ഒരു എന്തു പറയാനായിട്ട് ആ ഒരു അത്ഭുതങ്ങൾ കൊണ്ടും വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് പറയുന്നതിൽ അത്രയും ഉറപ്പാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ നടയിൽ നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നടത്തി തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. അവിടെ അങ്ങനെ ഒരുപാട് പേര് അന്ന് തന്നെ ഈ കാര്യസിദ്ധിക്കായിട്ട് ഒരാളുടെ വഴിപാടായിട്ട് വെണ്ണ ചാർത്തുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് വഴിപാടുകൾ ഇങ്ങനെയുണ്ട്. വെണ്ണ ചാർത്തുണ്ട്, വടമാല ചാർത്തുണ്ട്. നമ്മളൊരു ഫുൾ രൂപത്തിലുള്ളൊരു വടമാലയാണ് ചാർത്തിയത്. അതിന് 1500 രൂപയായിരുന്നു. അതിൻ്റെ പകുതിയുണ്ട്, അതിന് 900 രൂപയാണ്. പിന്നെ സ്പെഷ്യൽ വടമാലകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചാർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം മുന്നേ അവിടെ വിളിച്ച് അറിയിക്കണം നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ട്. അതിനാണെങ്കിൽ 2000, 3000 അങ്ങനെ എന്തൊക്കെയാണ് റേറ്റ്. വടമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഴുന്ന് വട അല്ലെങ്കിൽ പരിപ്പ് വട അങ്ങനത്തെ വടയൊന്നുമല്ല, വേറൊരു ടൈപ്പ് ഓഫ് വടയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു കാര്യം, ഈ വടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചീത്തയാവില്ലേ. അപ്പോൾ അവിടെ വേറെ എന്തോ കൂട്ടുകൊണ്ടാണ് അവർ ഈ വട ഉണ്ടാക്കിയത്. വടമാല ചാർത്തി നമുക്ക് എടുക്കണ സമയത്ത് തന്നെ അവിടെ നിന്ന ഭക്തരെല്ലാവരും അത് പ്രസാദമായിട്ട് വാങ്ങാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വട കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനായിരുന്നു. അങ്ങനെ സത്യത്തിൽ നമ്മൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച്. പിന്നെ ഈ തമിഴ്നാട് അമ്പലങ്ങളിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള അമ്പലങ്ങളിൽ നമ്മൾ പോകുമ്പോഴേക്ക് വിഗ്രഹങ്ങൾ അടുത്തോട്ട് പോലും നമ്മൾ പോവാറില്ല. നമ്മൾ ഭയങ്കര ഭയഭക്തി ബഹുമാനമാണ് നമുക്ക്. പക്ഷേ തമിഴ്നാടുള്ള അമ്പലങ്ങളിൽ അതിന് വേറൊരു രീതിയാണ്. അവിടെ നമുക്ക് വിഗ്രഹങ്ങളെയൊക്കെ തൊടാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭഗവാനോട് കുറേ കൂടി അടുത്ത് നിൽക്കാൻ പോലും തോന്നും. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ആയിരുന്നാലും നമ്മൾക്ക് കാല് തൊട്ട് തൊഴാനൊക്കെ സാധിച്ച് ഒരുപാട് ഭഗവാന്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കാനും ആ പാദങ്ങളിൽ തൊട്ട് തൊഴാനും ഒക്കെ സാധിച്ചതായിരുന്നു. എന്തോ ഒരുപാട് മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും. അപ്പോൾ ആ പ്രശസ്തിയും ആ ഭഗവാന്റെ ആ ഒരു എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാലും വായുവേഗത്തിൽ അത് സാധിക്കുമെന്നൊക്കെയാണ്. ആ ഒരു പ്രശസ്തി കൊണ്ടിട്ടാണ് ആ വിഗ്രഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണമെന്ന് പറയണത്. പിന്നെ അറിയാമല്ലോ ആൾക്കാരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ പറഞ്ഞെങ്കിൽ അവിടുത്തെ ശുചീന്ദ്രത്തെ ഹനുമാൻ സ്വാമി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ച് ഞങ്ങളിങ്ങനെ നാണം കിട്ടുപോയി. അവരോട് ചോദിച്ചപ്പോഴേക്കും അവർ പറയുന്നത് അങ്ങനെ വളരാൻ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അത് ആകാശം മുട്ട വളരേണ്ടതല്ലേ. അന്ന് തൊട്ട് ഈ വിഗ്രഹം ഇത്ര തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്നിട്ട് ഇനി കാപ്പി കുടിക്കണമല്ലോ, അങ്ങനെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിക്കാനായിട്ട് പോണതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ എവിടെ പോയാലും ആൾക്കാർ വന്നിട്ട് പൈസ ചോദിക്കുമല്ലോ. ഒന്നും കഴിച്ചില്ല, ഫുഡ് കഴിച്ചില്ല, എന്തെങ്കിലും തരണേന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പൈസ കൊടുക്കാറേയില്ല. പകരം നമ്മൾ പറയാറുണ്ട് ഫുഡ് വേണോ, ആഹാരം വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിത്തരാം. അപ്പോൾ ചിലവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല, ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നമ്മൾ പൈസ കൊടുക്കാൻ പാടില്ല. അവർക്ക് ആഹാരമല്ലേ വേണ്ടത്, ആഹാരം നമ്മൾ വാങ്ങിക്കൊടുക്കാം, അതിന് നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ നേരത്തെ കണ്ട ആ സ്ത്രീ നമ്മുടെ പുറകെ വരായിരുന്നു. ഒന്നും കഴിച്ചില്ല, വിശക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്തായാലും പൈസ തരില്ല, നിങ്ങൾക്ക് ആഹാരമല്ലേ വേണ്ടത്, ഒന്നുകിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആഹാരമുണ്ട് അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് ആ കുഴപ്പമില്ല, ആഹാരം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന ഇഡ്ഡലി സാമ്പാർ അവർക്കും കൂടെ കൊടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ളവർക്ക് എപ്പോഴും അവർക്ക് ആഹാരത്തിന് വേണ്ടിയല്ലേ അവരെപ്പോഴും പറയണത് വിശക്കുന്നതെന്ന്. അപ്പോൾ അത് മാത്രമേ വാങ്ങിക്കൊടുക്കാവുള്ളൂ. ഒരിക്കലും ഇങ്ങനെയുള്ളവർക്ക് പൈസ കൊടുത്ത് അവർ നമ്മളെ വഷളാക്കാനേ പാടില്ല. അങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ പോണ വഴിക്ക് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മണിക്കൂറത്തെ കാര്യമുള്ളൂ അതിനകത്ത് മുഴുവൻ തൊഴുതിട്ടൊക്കെ വരാനായിട്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് പത്മനാഭപുരം പാലസ്. അപ്പോൾ ഇനി അവിടെയും കൂടെ കയറാനായിട്ട് ഇപ്പോൾ അവിടെ വെച്ചൊരു പ്ലാൻ ചെയ്തതാണ്. പിന്നെ പാലസിൽ കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഹനുമാൻ സ്വാമിയുടെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ആദ്യം ഈ താണുമലൈ പെരുമാളിൻ്റെ കഥയും കൂടെ പറഞ്ഞു തരാം. താണുമലൈ പെരുമാൾ അവിടെ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഒറ്റ വിഗ്രഹവും ഒരു ഉടലും 3 ശരീരമായിട്ട് എന്തൊക്കെ ഞാൻ പറയണത്, ഒരു ഉടലും 3 ശിരസുമായിട്ടാണ്. അപ്പോൾ പണ്ട് അനസൂയ ദേവിയെ പരീക്ഷിക്കാനായിട്ട് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും കൂടെ ചേർന്നിട്ട് അവരുടെ അടുത്ത് വരുന്നെന്നും, അനസൂയ ദേവി എന്ന് വെച്ചാൽ പാതിവൃത്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആളാണ്. അപ്പോൾ ദേവിയുടെ അടുത്ത് വന്നിട്ട് ഇവർ 3 പേരും ചോദിച്ചത് ഞങ്ങൾക്ക് ആഹാരം വേണം. അപ്പോൾ ഇവർ സന്യാസിമാരായിട്ടാണ് ദേവിയെ സമീപിച്ചത്. അപ്പോൾ അറിയാമല്ലോ അതിഥി ദേവോ ഭവയെന്നാണ്, പ്രത്യേകിച്ച് സന്യാസിമാർ എന്ത് ചോദിച്ചാലും അത് കൊടുക്കണമെന്നാണ്. അങ്ങനെ അനസൂയ ദേവിയോട് ചോദിച്ച് ഞങ്ങൾക്ക് ആഹാരം വേണം, പക്ഷേ
ദേവി വിവസ്ത്രയായിട്ട് വന്നിട്ട് വേണം നമുക്ക് ആഹാരം തരാനായിട്ടെന്ന്. ദേവി ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്ന് കുഴങ്ങി അവസാനം ദേവി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് ഇവർ 3 പേരെയും കുഞ്ഞുങ്ങളാക്കി മാറ്റിയെന്നാണ്. എന്ന് വെച്ചാൽ അപ്പോൾ ജനിച്ച രീതിയിലുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റിയിട്ട് ദേവി 3 പേർക്കും മുലയൂട്ടിയെന്നാണ് പറയണത്. അതിനുശേഷം 3 പേരെയും അവിടെ ഒരു കണിക്കൊന്ന ഉണ്ടായിരുന്നു, ആ കണിക്കൊന്നയിൽ തൊട്ടിൽ കെട്ടി ആട്ടി. അങ്ങനെ അവസാനം സരസ്വതി ലക്ഷ്മിയും പാർവതി ദേവിയും കൂടെ വന്ന് കരഞ്ഞ് ഞങ്ങളുടെ പതിമാരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് ദേവിയോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ദേവി 3 പേരെയും പഴയ രൂപത്തിൽ, അത് ദേവിയെ കൊണ്ട് പറ്റില്ല, ഭർത്താവിനെ കൊണ്ടുവന്നിട്ടാണ് 3 പേരെയും പഴയ രൂപത്തിലോട്ട് മാറ്റിയത്. അങ്ങനെ ഇപ്പോഴും നമുക്ക് ആ ഇരിക്കുന്നതിൻ്റെ ഈ ഒരു വിഗ്രഹം, ആ ഒരു മൂലവിഗ്രഹം ഇരിക്കുന്നതിൻ്റെ പുറകുവശത്തായിട്ട് ആ ഒരു കണിക്കൊന്ന മരം കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഇത്രയും കാലപ്പഴക്കം വന്നില്ല, അതുകൊണ്ട് മരം പട്ട് നിൽക്കുകയാണ്. എന്നാലും ആ കണിക്കൊന്ന മരം അതുപോലെ ഇപ്പോഴും ഉണ്ട്. ആ സ്ഥലത്ത് സ്വയംഭൂവായിട്ടാണ് അവിടുത്തെ വിഗ്രഹങ്ങൾ പൊങ്ങി വന്നത്, 3 കല്ലായിട്ട്. അത് ഇപ്പോൾ ആ വിഗ്രഹം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്തായിരുന്നു നമ്മൾ ഒരു ഗരുഡ ഭഗവാനെ കാണാനായിട്ട് പറ്റിയത്. അതിൻ്റെ 4 ചുറ്റും ഞാൻ പറഞ്ഞില്ലേ 4 രാജാക്കന്മാരെ കൊത്തിവെച്ചിട്ടുണ്ടെന്ന്, അതെല്ലാം ഒറ്റക്കല്ലിലായിരുന്നു. ആ രാജാക്കന്മാരുടെ ഈ നഖം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ കൈവിരലിലെ നഖം ഒന്ന് തൊട്ട് നോക്കിയാൽ പോലും ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മൾ നമ്മുടെ നഖം ഒന്ന് തൊട്ട് നോക്കൂലേ, അതേ രീതിയിലാണ്, അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കലാവിരുതോടു കൂടിയാണ് അവർ ഓരോ വിഗ്രഹങ്ങളും ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒറ്റക്കല്ലിൽ തന്നെ രാജാവും രാജാവിൻ്റെ ഭാര്യയും 2 മക്കളും അങ്ങനെയൊക്കെ ആയിരുന്നു കേരളം ഭരിച്ചിരുന്ന ചേര രാജാവ്, മധുരാപുരി ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവ്, ചോള രാജാവ്, അങ്ങനെ എന്തോ 4 രാജാക്കന്മാരെയാണ് ഗരുഡ ഭഗവാന്റെ 4 ചുറ്റുമായിട്ട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ചൊക്കെ കറങ്ങി തൊട്ടടുത്തൊരു വലിയൊരു കുളം കാണാൻ പറ്റും. പിന്നെ ഇവിടെ ശുചീന്ദ്രം എന്ന് പേര് കിട്ടാനായിട്ട് കാരണം ഇന്ദ്രൻ ശുചിയായ സ്ഥലമായതുകൊണ്ടാണ് ശുചീന്ദ്രം എന്ന് പേര് കിട്ടിയത്. എന്ന് വെച്ചാൽ പണ്ടറിയില്ല, ഗൗതമ മഹർഷിയുടെ ഭാര്യ അഹല്യാദേവിയുടെ അടുത്ത് ഒരു പ്രണയം തോന്നിയിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കോഴിയുടെ രൂപത്തിൽ വന്നിട്ട് അവിടെ കൂവി. അപ്പോൾ അത് കേട്ടിട്ട് നേരം പുലർന്നെന്ന് പറഞ്ഞ് ഗൗതമ മഹർഷി കുളിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ ഇന്ദ്രൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അഹല്യാദേവിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞ് ഈ ചതി മനസ്സിലാക്കിയ ഗൗതമ മഹർഷി തിരിച്ചു വന്നപ്പോഴേക്കും അഹല്യയും ഇന്ദ്രനെയും കൂടെ ഒരുമിച്ചാണ് കണ്ടത്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അഹല്യനെ ശപിച്ചിട്ട് ഒരു ശിലയാക്കി മാറ്റി. അപ്പോൾ ദേവി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവസാനം ശാപമോക്ഷം കൊടുത്ത് ദ്വാപര യുഗത്തിൽ ശ്രീരാമൻ വരുമ്പോഴേക്കും ശ്രീരാമൻ്റെ പാദം സ്പർശിക്കുമ്പോഴേക്ക് അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടും. ഇന്ദ്രനെ ശപിച്ചിട്ട് ദേഹം മുഴുക്കെ കണ്ണുകളുള്ള ഒരു വികൃത രൂപമായി പോട്ടെ എന്നാണ് ശപിച്ചത്. ദേവേന്ദ്രനെ അറിയാമല്ലോ, ദേവേന്ദ്രനാണ് സൗന്ദര്യത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അത്രയും സുഖസൗകര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ ഒരു ശാപം ഇന്ദ്രനെ വല്ലാതെ വേദനിപ്പിച്ചു. കുറേ നാൾ ആളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാന ശാപമോക്ഷത്തിനായിട്ട് പറഞ്ഞത് ഇങ്ങനെ 3 പേരും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒറ്റ രൂപത്തിൽ നിൽക്കുന്ന ഒരു അമ്പലമുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ ആരാധനകൾ നടത്തിയാൽ, പൂജാകർമ്മങ്ങൾ നടത്തിയാൽ 41 ദിവസം വ്രതം നോറ്റ് അവിടുത്തെ പൂജാകർമ്മങ്ങൾ നടത്തണം, എങ്കിൽ മാത്രമേ ശാപമോക്ഷം കിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ ഇന്ദ്രൻ അവിടെ എത്തുകയും 41 ദിവസം അവിടുത്തെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇന്ദ്രന് ശാപമോക്ഷം കിട്ടിയത്. അതേപോലെ ഇന്ദ്രൻ ശുചിയായ സ്ഥലത്തിനെയാണ് ശുചീന്ദ്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ആരാധനയ്ക്കും ഒരുപാട് മാറ്റമുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് മാത്രമാണോ അല്ല രാവിലെ മാത്രമാണോ എന്നറിയില്ല, രാവിലെയും ഉച്ചയ്ക്കും ആണെന്ന് തോന്നണേ. അപ്പോഴും മാത്രമേ മനുഷ്യരായിട്ട് അവിടെ ആരാധന നടത്തുള്ളൂ. ഇവിടുത്തെ മൂലവിഗ്രഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഹനുമാൻ സ്വാമിയുടെ കാര്യമല്ല. താണുമലയ പെരുമാളിന്, താണു എന്ന് പറഞ്ഞാൽ ശിവനാണ്, മലയൻ എന്ന് പറയുന്നത് ബ്രഹ്മാവും, പെരുമാൾ വിഷ്ണു, അങ്ങനെയാണ് ഇവിടെ താണുമലയ പെരുമാൾ എന്നൊരു പേരും കിട്ടിയത്. അപ്പോൾ ആ ഒരു മൂലവിഗ്രഹത്തിന് രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ മനുഷ്യരാൽ പൂജയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇന്ന് പൂജിക്കുന്ന ആളല്ല നാളെ പൂജിക്കേണ്ടത്. രാത്രി അത്താഴ പൂജയ്ക്കുള്ള എല്ലാ സാധന സാമഗ്രികളും അവിടെ ഒരുക്കി വെച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് തിരുമേനി വെളിയിലോട്ട് ഇറങ്ങുന്നത്. ഇറങ്ങിയതിന് ശേഷം പിറ്റേന്ന് അടുത്ത് പൂജയ്ക്കായിട്ട് ചെല്ലണത് വേറൊരാളാണ്. എല്ലാ ദിവസവും ഒരാളല്ല അവിടുത്തെ പൂജ നടത്തുന്നത്. അപ്പോൾ അടുത്ത ആൾ പിറ്റേന്ന് പൂജയ്ക്കായിട്ട് ചെല്ലണ സമയത്ത് ഒരു സത്യം ചെയ്യും. അതിനകത്ത് എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ടോ ആ കാഴ്ചകളൊന്നും പുറത്തിറങ്ങി പറയില്ല എന്നുള്ള ഒരു സത്യം ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കയറണത്. അകത്ത് കയറുമ്പോഴേക്ക് അവിടെ ഒരു പൂജ നടത്തേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കാണാൻ പറ്റുമെന്നാണ് കേട്ട കേൾവി.
എന്ന് വെച്ചാൽ ഇപ്പോഴും വിശ്വാസം രാത്രിയത്തെ പൂജ ഇന്ദ്രനാണ് നടത്തുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉള്ള ഒരു അമ്പലമാണത്. ഒരുപാട് പ്രാധാന്യമുള്ളൊരു അമ്പലമാണ്. പറഞ്ഞു നമ്മളിപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് പത്മനാഭപുരം പാലസിലോട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, അതും ഏറ്റവും വേറൊരു അത്ഭുതമാണല്ലോ. ഈ പത്മനാഭപുരം പാലസ് ആയിരുന്നാലും ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിൻ്റെ കീഴിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് പത്മനാഭപുരം പാലസും. പിന്നെ നമ്മുടെ മഴച്ചിത്രത്താഴ് സിനിമ മാത്രം ആലോചിച്ചാൽ മതിയല്ലോ പത്മനാഭപുരം പാലസിലോട്ട് കയറുമ്പോഴേക്കുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാലസിലോട്ട് കയറി. പിന്നെ ഇന്ന് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഒരുപാട് സ്കൂൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ കയറി. ഇവിടെ അങ്ങനെ വീഡിയോയ്ക്കൊന്നും അധികം അലൗഡൊന്നുമില്ല, പറ്റുന്ന രീതിയിലൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ അറിയാലോ, എല്ലാം കരിങ്കല്ലിലും മൺതടിയിലും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് രാജ്യസഭ കൂടിയിരുന്നത്, ഭരണകാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് ആ ഒരു സ്ഥലത്തിരുന്ന് സഭ കൂടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മളെ ഒരുപാട് ആശ്ചര്യപ്പെടുത്തിയ കാഴ്ചകൾ തന്നെയാണ് പത്മനാഭപുരം പാലസിലുള്ളത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പത്മനാഭപുരം പാലസിൽ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ അനുഭവമാണ്. പിന്നെ ഇത് ഊട്ടുപുരയാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം മുകളിലും ഉണ്ട്. 1000 പേർക്ക് ഒരുമിച്ചിരുന്ന് താഴെയും 1000 പേര് മുകളിലും, അങ്ങനെ 2000 പേര് ആഹാരം കഴിച്ചിരുന്ന ഒരു ഊട്ടുപുരയാണത്. മൊത്തത്തിൽ കണ്ടില്ലേ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ കുറേയൊക്കെ ജീർണിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഉള്ളവർക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നെന്ന് തോന്നുന്നു. എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇത് കാണുമ്പോഴേക്ക് തോന്നണത് രാജാവും രാജമാതാവൊക്കെ തമ്മിൽ വർഷത്തിലൊരിക്കൽ മാത്രം നേരിട്ട് കാണുകയുള്ളൂ എന്നാണ് ഞാൻ വെറുതെ പറഞ്ഞത് എനിക്ക് തോന്നണത്. കാരണം രാജമാതാവിൻ്റെ റൂം കണ്ടതും അതിൻ്റെ എത്രയോ അകലെയാണ് രാജാവിൻ്റെ കിടപ്പറയൊക്കെ കണ്ടതും. പിന്നെ ചെറിയ റൂമുകളൊക്കെ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. രാജാവിൻ്റെ സപ്രമഞ്ച കട്ടിലുണ്ട്. സപ്രമഞ്ച കട്ടിൽ ഡച്ചുകാരൊരു രാജാവിന് സമ്മാനമായിട്ട് കൊടുത്തതാണ്. 64 തരം ഔഷധ കൂട്ടുകൊണ്ട് ഉണ്ടാക്കിയ സപ്രമഞ്ച കട്ടിലായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ഇടനാഴിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മാർത്താണ്ഡവർമ്മയും അവിടുത്തെ രാജാവും രാജമാതേനെയും ഒന്നിനെയല്ല ഓർമ്മ വന്നത്, ഗംഗേനെയും നകുലനെയും സണ്ണിയൊക്കെ ആയിരുന്നു ഓർമ്മ വന്നത്. അവിടെ വന്ന് പോണവരെല്ലാവരും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എവിടെ നിന്നാണ് ശോഭന ഡാൻസ് കളിച്ചത്, എവിടെ നിന്നാണ് നകുലനും സണ്ണിയും ശോഭനയുടെ ഒരു ഡാൻസ് നോക്കി കണ്ടത്, എവിടെയായിരുന്നു ആ സ്ഥലം, അങ്ങനെ ഇങ്ങനെ നമുക്കെല്ലാം ആ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇതാണ് രാജാവിൻ്റെ സപ്രമഞ്ചക്കെട്ടിൽ. ഇതാണ് 64 തരം ഔഷധ കൂട്ടുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു പ്രത്യേകത, ഇവിടുത്തെ കട്ടിലുകൾക്കൊന്നും മെത്തയൊന്നുമില്ല കേട്ടോ. എല്ലാം കരിങ്കല്ലിൽ ഉണ്ടാക്കിയത്. അങ്ങനെ കുറേ രീതിയിലൊക്കെയുള്ള കട്ടിലുകളാണ്. അപ്പോൾ മെത്തയില്ല എന്നുള്ളത് പിള്ളേർ ചോദിച്ചപ്പോഴാണ് ഞാനും ഓർമ്മിച്ചത്. അനന്തവും കേശുവും ചോദിക്കുന്നത് ഇതിനെന്താ മെത്തയില്ലാത്തതെന്ന്. അപ്പോൾ മെത്തയുടെ ആവശ്യമൊന്നും ഇല്ല ആ കട്ടിലിന്. അത്രയും ഔഷധക്കൂട്ടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കട്ടിലല്ലേ. പിന്നെ നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്ത് ഒരു കരിങ്കല്ലിലുള്ളൊരു കട്ടിലുണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ രാജാവ് ആ കട്ടിലിൽ കിടന്നാണ് വിശ്രമിച്ചിരുന്നതെന്നാണ് പറയണത്. തൊട്ടടുത്തൊരു കസേരയുണ്ട്. അതും ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ രാജാവിന് സമ്മാനമായിട്ട് കൊടുത്തതെന്നാണ്. അങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ താഴെ എത്തി. ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു കൽമണ്ഡപം. ഇവിടെ ഒരു സരസ്വതി മണ്ഡപമാണ്. ഇവിടെ നിന്നാണ് ആ നാഗവല്ലി ഡാൻസ് കളിച്ചതും. പിന്നെ ഹിസൈനസ് അബ്ദുള്ളയിൽ ഒരു കച്ചേരിയൊക്കെ നടന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അതും കണ്ടാണ് തിരിച്ചിറങ്ങുന്നത്. പിന്നെ കുളപ്പുരയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എല്ലാം ഇടിഞ്ഞൊക്കെ കിടക്കുന്നത് കൊണ്ട് അതെല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ഒരു ഞാൻ പറഞ്ഞതുപോലെ രാജാവിനെ പറ്റി എന്നല്ല ഓർമ്മ വന്നത്. ആ ഒരു നാഗവല്ലിയും ഗംഗയും നകുലനും സണ്ണിയും ശ്രീദേവിയും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ മിന്നി മാഞ്ഞു പോയി. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്ക് ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് ഒരു ചാക്കിലാണ് അവർ സൂക്ഷിച്ചത്. അപ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ടോക്കൺ തരും. അതുകൊണ്ട് കൊടുക്കുമ്പോഴേക്ക് അവിടെ നിന്ന് ആ ചാക്കിലിട്ടിരിക്കുന്ന ചെരുപ്പെല്ലാം തിരിച്ചു തന്ന് അത് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ 20 രൂപ അടയ്ക്കണമായിരുന്നു. അതൊക്കെ അടച്ചിട്ടാണ് നമ്മൾ കയറിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കേശുവിൻ്റെ കാര്യം അറിയാമല്ലോ, അവൻ ആദ്യം പോണത് കളിപ്പാട്ടങ്ങളടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നേരെ കളിപ്പാട്ടങ്ങൾ പോകണം. എല്ലാം ഉള്ളത് തന്നെ, ചുമ്മാ നമ്മളെ കൊണ്ടുവന്ന് അവന് വാങ്ങിപ്പിക്കണം. അത് അവൻ്റെ ഒരു സന്തോഷം.
ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ചെണ്ടയിലാണ് അവൻ്റെ ആ ഒരു ശ്രദ്ധ ഒക്കെ ഫുള്ള്. എവിടെ പോയാലും ചെണ്ട വാങ്ങണം, മേളത്തിന് പോകണം, ചെണ്ട കൊട്ടണം. ഇപ്പോൾ തനിയെ യൂട്യൂബൊക്കെ എടുത്തിട്ട് ചെണ്ട പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനം ചെണ്ടക്കാരനായിട്ടൊക്കെ ആയി മാറുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ട് ശുചീന്ദ്രത്തെ ഹനുമാൻ സ്വാമിയൊക്കെ കണ്ട് മനസ്സൊക്കെ നിറഞ്ഞ് തിരിച്ച് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്തെത്തി അവിടെ വണ്ടി നിർത്തി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ സ്ഥലം ഇങ്ങനെ നല്ല സ്ഥലം നോക്കിയിരിക്കണമല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു സ്ഥലത്ത് കടയൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. കുറച്ച് വൃത്തിയുള്ള സ്ഥലമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ചോറും ചമ്മന്തിയും മാങ്ങാച്ചാറും അതുപോലെ തന്നെ തീയലും ക്യാബേജ് തോരനും, ഇത്രയായിരുന്നു നമ്മുടെ ആഹാരം. പക്ഷേ കേശുവിനും അനന്തൂനൊന്നും അത് പറ്റിയില്ല. പറഞ്ഞ വഴിക്ക് കേശു പറയുന്നുണ്ടായിരുന്നു, അച്ഛാ ഏതെങ്കിലും ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നിർത്തുമോ, എന്തിനാടാന്ന് ചോദിച്ചപ്പോഴേക്കും അവന് ബിരിയാണി വേണമെന്ന്. പിന്നെ പിള്ളേരല്ലേ, അങ്ങനെ അവർക്ക് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കൊടുത്ത് കേശുവിനും ആനന്ദുവിനും കൂടെ നമ്മൾ ഈ ചോറ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ അമ്പലത്തിൽ പോയോണ്ട് മീനൊന്നും കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട പൊരിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ തലേ ദിവസം ആയപ്പോഴേക്കും മുട്ട വാങ്ങാനായിട്ട് മറന്നുപോയി. അത് ചിലപ്പം ഭഗവാനായിട്ട് മുടക്കിയതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ എന്തായാലും മുട്ടയും വാങ്ങിയില്ല. ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പോയിരുന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റൊക്കെ തോന്നുമല്ലോ. അങ്ങനെ കാറിലും കടത്തിണ്ണയിലും അവിടെ നിന്നും ഇരുന്നും ഒക്കെയാണ് ഫുഡൊക്കെ കഴിച്ചത്. അനന്ത് അവിടെ ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശുവിനുള്ള ഫ്രൈഡ് റൈസിന് വാരി കൊടുത്തതിന് ശേഷമല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അമ്മമാരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെയല്ലേ, അവരൊക്കെ കഴിച്ച്. അപ്പോൾ ഞാൻ കേശുവിന് വാരി കൊടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ പറയായിരുന്നു, കേശു കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോഴേക്ക് ബാക്കി എല്ലാവരും കഴിച്ച് കഴിയുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴേക്കും പെട്ടെന്നാവട്ടെ പോണ്ടേ എന്നൊന്നും ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കേശുവിന് ആഹാരം കൊടുത്തത്. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചതും തമിഴ്നാടാണ്, നമ്മളിപ്പോഴും കേരളത്തിലോട്ട് കടന്നിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത എൻ്റെ ഊഴമായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഒരു യാത്രയായിരുന്നു, നല്ല സുഖമായിരുന്നു. ഒരു കുപ്പി വെള്ളം പോലും നമ്മൾ അവിടെ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിച്ചില്ല. ഒരു കുപ്പി വെള്ളം പോലും വാങ്ങാൻ ശ്രമിച്ചില്ലെന്ന് പറയാനും പറ്റില്ല. പിള്ളേർക്ക് കൊക്കക്കോള വേണമെന്ന് പറഞ്ഞിട്ട് അമ്മമാർക്ക് കൊക്കക്കോള വാങ്ങിക്കൊടുത്തായിരുന്നു. 20 രൂപയുടെ ചെറിയ കുപ്പിയില്ലേ അത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ നമ്മൾ കഴിച്ച പാത്രമൊക്കെ ഒന്നിങ്ങനെ കഴുകി വെച്ചതേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലോട്ടല്ലേ പോണത്. കാരണം വെള്ളം അമൂല്യമാണ്. നമ്മളെ കയ്യിൽ അത്രയ്ക്ക് വെള്ളവും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങ് അറ്റം വരെ ഇനി വീടെത്തുന്നത് വരെ വെള്ളം, എന്തെങ്കിലും ദാഹിച്ച വെള്ളമൊക്കെ കുടിക്കണ്ടേ. അങ്ങനെ എല്ലാം മാറ്റിയൊക്കെ വെച്ചിട്ട് അവിടെ മൊത്തം ഒന്ന് ക്ലീനാക്കി ഇടണമല്ലോ. നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ ഇരുന്നല്ലേ ആഹാരം കഴിച്ചത്. അവിടെ മൊത്തം എച്ചിലും കാര്യങ്ങളും ഇട്ടിട്ട് പോകാനും പറ്റില്ല, നമുക്കും കടയുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഇരിക്കുന്നിടം വൃത്തികേടാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അവിടെ ഫുള്ളൊക്കെ ക്ലീനാക്കി ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലല്ല, ഇപ്പം നേരെ രമ്യചേച്ചിയുടെ വീട്ടിലാണ് പോയത്. അനന്തുവിനൊക്കെ ഉണ്ടാക്കി അമ്മേനെ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന് വാങ്ങിയ പ്രസാദമാണ്. അപ്പോൾ ഇത് താണുമലയെ പെരുമാളിൻ്റെ പ്രസാദമാണെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ 3 വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടായിരുന്നല്ലോ. ഒരു ലഡു ഉണ്ടായിരുന്നു, ഒരു മുറുക്ക് പോലെ ഉണ്ടായിരുന്നു, പിന്നെ ഇതൊരു വട പോലെ ഒരു സംഭവം. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ വൃന്ദാവനത്തിലേക്ക്. അവിടെ നിന്ന് കിട്ടിയ പ്രസാദം കണ്ടില്ലേ, ഇത്രയും വലിയ ലഡു ആയിരുന്നു. ഒരു ലഡുവിന് 50 രൂപയായിരുന്നു. ആ നേരത്തെ കാണിച്ച സംഭവം ഉണ്ടല്ലോ, അതാ ഒരു പാക്കറ്റ് 100 രൂപ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 4 ലഡു വാങ്ങിയായിരുന്നു 200 രൂപയ്ക്ക്. പിന്നെ നമുക്ക് പ്രസാദമല്ലേ, നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് എല്ലായിടമൊക്കെ കൊടുക്കണ്ടേ ഈ സംഭവങ്ങളെല്ലാം. അങ്ങനെ ഇനി വടയൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും വടയൊക്കെ കൊടുക്കാനുണ്ട്. കണ്ടില്ലേ, ഇതാണ് ആ വടമാല. ഇതെന്താണെന്ന് അറിയില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി അപ്പുറം ഇപ്പുറമൊക്കെ ഈ പ്രസാദം കൊടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ശുചീന്ദ്രത്തെ ഹനുമാൻ സ്വാമി വളരാണെന്നൊക്കെ പറയണത് എല്ലാം വെറുതെയാണ്. ആൾക്കാരിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കും. നമുക്ക് വിശ്വാസമാവാം, പക്ഷെ അന്ധമായ വിശ്വാസം അതൊരിക്കലും നല്ലതല്ല. അപ്പോൾ എല്ലാം അറിയാന്നിട്ട് ഞങ്ങൾക്ക് ഒരു സംശയമായിരുന്നു, ഭഗവാൻ വളരണുണ്ടോ? ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ തന്നെ നാണം കെട്ട് പോയെന്ന് പറഞ്ഞില്ലേ. ഭഗവാന്റെ ആ ഒരു എന്ത് പറയാനായിട്ട്, ഭഗവാന്റെ തേജസ്സാണ് വളരണത്. ഭഗവാന്റെ ആ ഒരു നമുക്ക് എന്ത് കാര്യം സാധിച്ചു തരാനുള്ള ആ ഒരു കഴിവാണ് വളരണത്. ഭഗവാനോടുള്ള നമ്മുടെ ഭക്തിയാണ് അവിടെ നിന്ന് വളരേണ്ടത്, അല്ലാതെ ഭഗവാനല്ല വളരണത്. അങ്ങനെ നമ്മുടെ കൂടെ ഗൈഡായിട്ട് വന്നത് ഹരിപ്പാടുള്ള ഒരു അങ്കിളായിരുന്നു. അപ്പോൾ ആൾ ഫുള്ള് നല്ല മലയാളമായിരുന്നു സംസാരിച്ചത്.
അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഹരിപ്പാടാണെന്ന്. അവിടെ ശുചീന്ദ്രൻ തമിഴ്നാടാണെങ്കിലും ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവിടെ പൂജ ചെയ്യുന്ന തിരുമേനിമാരും മലയാളികളാണ്. കേരളത്തിൻ്റെ രീതിയിലാണ് പൂജ ചെയ്യണത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നെങ്കിലും ഒരവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ശുചീന്ദ്രത്ത് പോകണം. നമ്മൾ ഒരുപാട് വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യം കാണുന്ന വിഗ്രഹം സ്വർണ്ണത്തിലേതായിരുന്നു. അത് കഴിഞ്ഞാലും നമ്മൾ പിന്നെ കാണുന്നത് ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമുണ്ട്, അത് വെള്ളിയിലേതാണ്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴേക്കും ഒരു നടരാജ വിഗ്രഹം കാണും, അത് പഞ്ചലോഹമാണ്. പിന്നെ ഗണപതി തന്നെ നമ്മൾ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള നീലകണ്ഠ ഗണപതി, പാർവതി ഗണപതി, അങ്ങനെയുള്ള രീതിയിലുള്ള അങ്ങനെയൊക്കെ കാണാം. പിന്നെ ലാസ്റ്റ് നമ്മൾ ദക്ഷിണാമൂർത്തിയെ കണ്ട് തൊഴുത് അകത്ത് കയറി ലാസ്റ്റ് ഇറങ്ങുമ്പോഴേക്കും അവിടെ ഒരു ഗണപതിയുണ്ട്. ആ ഗണപതിയെ കണ്ടാണ് നമ്മൾ ലാസ്റ്റ് തിരിച്ചിറങ്ങണത്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും മനുഷ്യരും, രാത്രി ഇന്ദ്രനും പൂജ ചെയ്യുന്ന ഒരു അമ്പലമാണ്, ഇന്ദ്രനെ ശുചിയാക്കിയ അമ്പലമാണ്. അങ്ങനെ ഒരുപാട് കൊത്തുപണികൾ, നമ്മൾ അതിശയിപ്പിക്കുന്ന ഒറ്റക്കൽ പ്രതിമകളുള്ള അമ്പലമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ശുചീന്ദ്രം. പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ല, നമുക്കിവിടെ നിന്ന് പോകാനായിട്ട് വളരെ ഈസിയാണ്. ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ നമുക്ക് പോയിട്ട് വരാനായിട്ട്. അങ്ങനെ ഞാൻ ആ പ്രസാദം സുനിത ചേച്ചിക്ക് കൊടുത്ത്, പിന്നെ അവരുടെ അടുത്ത് കുറച്ച് സമയം വിശേഷങ്ങളൊക്കെ പറയണമല്ലോ, അതൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നേരെ അപ്പുറത്തെ വീട്ടിൽ, പിന്നെ ഇനി 2 വീട്ടിലും കൂടെ കൊടുക്കാനുണ്ട്. അതും കൂടെ ആകുമ്പോഴേക്ക് നമ്മുടെ പ്രസാദവും എല്ലായിടവും കൊടുത്തു കഴിയും. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വീടാണ്, അവിടുത്തെ ചേച്ചിക്കും കൊടുത്ത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇവിടെയാണ് കൊടുത്തത്. ഇനി ഈ ചേച്ചിക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസാദമൊക്കെ കൊടുത്തു കഴിഞ്ഞ്, അപ്പോൾ ഇതുപോലെ കൊണ്ടു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. പ്രത്യേകിച്ച് അമ്പലങ്ങളിലെ പ്രസാദം എന്ന് പറയുമ്പോഴേക്കും നമ്മളത് പവിത്രമായിട്ടല്ലേ കാണുന്നത്. അങ്ങനെ അവിടെയും കൊടുത്ത് ചേച്ചിയുടെ അടുത്ത് അവിടെ പോയ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം. പിന്നെ നമ്മൾ പറയാറുണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നാൽ കുളിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഭയങ്കര തലവേദന. നമ്മളൊരു ദൂരയാത്ര പോയിട്ടല്ലേ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയതാണ് ഓരോരോ കാര്യങ്ങൾ. പിന്നെ ഒന്ന് വിശ്രമിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് കുളിച്ചാലേ പറ്റുള്ളൂ, അത്ര തലവേദനയുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭഗവാനല്ലേ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ ഇതൊക്കെ മനുഷ്യനായിട്ട് പറയണതല്ലേ, പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നാൽ കുളിക്കാൻ പാടില്ല എന്നൊക്കെ. എൻ്റെ കാര്യം എൻ്റെ ഭഗവാനറിയാം, എനിക്ക് അത്ര തലവേദനയായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഭഗവാനെ എനിക്ക് ഒട്ടും പറ്റണില്ല കുളിക്കാണ്ട്, തലയിൽ ഇനി എണ്ണ നന്നായിട്ട് പൊത്തി കുളിച്ചാൽ മാത്രമേ എനിക്ക് ആ തലവേദന മാറുള്ളൂ. അങ്ങനെ ഇനി ഒരു കുളിയും കൂടെ കുളിച്ച് കഴിയുമ്പോഴേക്ക് ഇന്നത്തെ യാത്ര പൂർണ്ണമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.